എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലവർഷം 1202 നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു പുതിയ വർഷം ഓരോ രാശിക്കാർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് രാശിചക്രത്തിൽ 7ാമത്തെ രാശിയായ തുലാം രാശിക്കാരുടെ വിശദമായ വർഷഫലത്തെ പറ്റിയാണ്. തുലാം രാശിയിൽ ജനിച്ചവർക്ക്, അതായത് ചിത്തിരയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 1202 ആണ്ട് എങ്ങനെ ഉണ്ടാകും? നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വളരെ വിശേഷമായ ചില മാറ്റങ്ങൾ കാണാം. 2026 ഒക്ടോബർ 31 വരെ നിങ്ങളുടെ 10ാം ഭാവമായ കർക്കിടകത്തിലാണ് വ്യാഴം. തുടർന്ന് 2027 ജനുവരി 24 വരെ 11ാം ഭാവമായ ചിങ്ങത്തിലും, അതിനുശേഷം വീണ്ടും 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലും, തുടർന്ന് ചിങ്ങൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ 6ാം ഭാവമായ മീനത്തിലും, അതിനുശേഷം 7ാം ഭാവമായ മേടൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. രാഹു കേതു 2026 ഡിസംബർ 5 രാഹു നിങ്ങളുടെ 5ാം ഭാവമായ കുംഭത്തിൽ നിന്ന് 4ാം ഭാവമായ മകരത്തിലേക്കും, കേതു 11ാം ഭാവത്തിൽ നിന്ന് 10ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നു. ഈ വലിയ ഗ്രഹമാറ്റങ്ങൾ തുലാം രാശിക്കാരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി ഓരോ മേഖല തിരിച്ച് പരിശോധിക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ ഗ്രഹദോഷ പരിഹാരങ്ങളും പറയുന്നുണ്ട്. ആദ്യം തന്നെ തുലാം രാശിക്കാരുടെ തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. തുലാം രാശിക്കാരുടെ കരിയറിനെ സംബന്ധിച്ച് വളരെ സമ്മിശ്രവും എന്നാൽ ഒടുവിൽ വിജയപ്രദവുമായ ഒരു വർഷമാണിത്. നിങ്ങളുടെ 10ാം ഭാവമായ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത്, അതായത് 2026 ഒക്ടോബർ 31 വരെ, പിന്നീട് 2027 ജനുവരി മുതൽ ജൂൺ വരെ, ഈ സമയത്ത് തൊഴിലിൽ കഠിനാധ്വാനമൊക്കെ ആവശ്യമായി വരും. കർമ്മത്തിൽ ഗുരുവൊക്കെ വരുമ്പോൾ ജോലിയിൽ ചില ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ കൂടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാനുള്ള കരുത്തൊക്കെ നൽകുന്നതാണ്. വ്യാഴത്തിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരം 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 24 വരെയുള്ള സമയം, അതുപോലെ 2027 ജൂൺ 25 ശേഷമുള്ള സമയവും നിങ്ങളുടെ തൊഴിൽ രംഗത്തെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവയൊക്കെ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രഹിതരായവർക്ക് അനുയോജ്യമായ ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 2027 ജൂണിന് മുൻപുള്ള സമയം വളരെ അനുകൂലമാണ്. ഡിസംബർ 5 കേതു 10ാം ഭാവത്തിലേക്ക് വരുന്നത് ജോലിയിൽ പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾക്കൊക്കെ കാരണമായേക്കാം. സഹപ്രവർത്തകരുമായിട്ട് തർക്കത്തിലേർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ പകുതി ഭാഗം കഠിനാധ്വാനത്തിൻ്റേതൊക്കെ ആണെങ്കിലും അവസാനത്തെ പകുതി നിങ്ങളുടെ കരിയറിലെ സുവർണകാലമായിരിക്കും. ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് 2027 ജൂണിന് ശേഷമുള്ള സമയമായിരിക്കും കൂടുതൽ മികച്ചത്. ഇനി ബിസിനസ് രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ വർഷം മികച്ച ഒരു സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. 2027 ജൂൺ മാസം വരെ ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നത് ശത്രുക്കളെയും ബിസിനസ്സിൻ്റെ മത്സരങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ സഹായിക്കും. എന്നാൽ 2027 ജൂണിന് ശേഷം ശനി 7ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ, മേടൻ രാശിയിലേക്ക് മാറുമ്പോൾ, പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം. പങ്കാളിയുമായിട്ടൊക്കെ സുതാര്യമായ ഇടപാടുകളൊക്കെ നടത്തുക. വ്യാഴം 11ാം ഭാവത്തിലേക്ക് മാറുന്ന സമയങ്ങളിൽ 2026 നവംബർ മുതൽ 2027 ജൂലൈക്ക് ശേഷം ബിസിനസ് വിപുലീകരിക്കാനും പുതിയ ശാഖകളൊക്കെ തുടങ്ങാനും അനുകൂലമായ സാഹചര്യമാണ്. പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ഈ തുണി, ആഭരണം, കമ്മീഷൻ ഏജൻസി ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ വർഷം അപ്രതീക്ഷിത ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് 2026 ഡിസംബറിലെ രാഹുവിൻ്റെ മാറ്റം ചില പുതിയ വിദേശ കരാറുകളൊക്കെ കൊണ്ടുവരുന്നതാണ്. അതുപോലെ ചതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിയമപരമായ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കേണ്ടതുമാണ്.
ഇനി സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ 1202 ആണ്ട് തുലാം രാശിക്കാർക്ക് ധനപരമായ നേട്ടങ്ങളുടെ ഒരു വർഷമാണ്. വ്യാഴം 11ാം ഭാവമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുന്ന കാലയളവിൽ ഒന്നിലധികം മാർഗ്ഗങ്ങളിൽ നിന്നൊക്കെ ധനാഗമമൊക്കെ ഉണ്ടാകും. അതുപോലെ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നല്ലൊരു ലാഭം ഈ വർഷം തിരികെയൊക്കെ ലഭിക്കും. 6ാം ഭാവത്തിലെ ശനി നിങ്ങളുടെ പഴയ കടങ്ങളും ബാങ്ക് ലോണുകളും ഒക്കെ വീട്ടാൻ സഹായിക്കും. സാമ്പത്തിക അച്ചടക്കമൊക്കെ പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 2026 ഡിസംബറിൽ രാഹു 4ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഭൂമി, വാഹനം, വീട് പുതുക്കി പണിയൽ എന്നിവയ്ക്കായി പണമൊക്കെ ചിലവഴിക്കേണ്ടി വരും. ഇത് ഒരർത്ഥത്തിൽ നല്ല ചിലവുകളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ പണമൊക്കെ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ വലിയ തുകകൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നത് ഈ വർഷം പരമാവധി ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ഇനി തുലാം രാശിക്കാരുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തുലാം രാശിക്കാരുടെ കുടുംബജീവിതത്തിൽ ഈ വർഷം സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നതാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ ഒരു കരുതൽ വേണം. വിവാഹമൊക്കെ ആലോചിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ വർഷം മംഗല്യ യോഗമുണ്ട്. പ്രത്യേകിച്ച് വ്യാഴം ചിങ്ങൻ രാശിയിലൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ദമ്പതികൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകാനുള്ള യോഗ ഈ വർഷം കാണുന്നുണ്ട്. കുട്ടികളുടെ പഠന കാര്യങ്ങളിലും കരിയറിലും ഒക്കെ വലിയ പുരോഗതിയും ഉണ്ടാകുന്നതാണ്. ഡിസംബർ 5 രാഹു 4ാം ഭാവത്തിലേക്കൊക്കെ വരുന്നത് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടാക്കിയേക്കാം. കുടുംബാംഗങ്ങളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ അവയൊന്നും വലിയ പ്രശ്നത്തിലേക്ക് വഴിമാറില്ല. ജൂണിന് ശേഷം 2027 ജൂണിന് ശേഷം ശനി 7ാം ഭാവത്തിലേക്കൊക്കെ വരുമ്പോൾ പങ്കാളിയോടൊക്കെ ഈ സമയത്ത് സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിക്കുക. പരസ്പര വിശ്വാസമൊക്കെ നിലനിർത്താനും ശ്രമിക്കുക. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കഠിനാധ്വാനത്തിനനുസരിച്ച് ഉള്ള ഒരു ഫലമൊക്കെ ലഭിക്കുന്ന വർഷമാണ്. വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖ സ്ഥാപനങ്ങളിലോ ഒക്കെ ഉപരിപഠനം ആഗ്രഹിക്കുന്ന തുലാം രാശിക്കാർക്ക് പ്രവേശനമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ PSC, ബാങ്ക് പരീക്ഷകൾ, സിവിൽ സർവീസ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് 6ാം ഭാവത്തിലെ ശനിയുടെ ബലമൊക്കെ ഉള്ളതിനാൽ വിജയം സുനിശ്ചിതമാണ്. 2026 ഡിസംബറിന് ശേഷം രാഹു 4ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ പഠനത്തിൽ ചെറിയ മടുപ്പോ ശ്രദ്ധക്കുറവോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളൊക്കെ കാരണം പഠന സമയം നഷ്ടപ്പെടാതിരിക്കാൻ വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ തുലാം രാശിക്കാർക്ക് വലിയ ആശങ്കകൾക്കൊന്നും വകയില്ലെങ്കിലും ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. 6ാം ഭാവത്തിലെ ശനി രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കും. വിട്ടുമാറാത്ത രോഗമൊക്കെ ഉള്ളവർക്ക് ഈ വർഷം വലിയ ആശ്വാസമൊക്കെ ലഭിക്കുന്ന വർഷമാണ്. 2026 ഡിസംബറിന് ശേഷം രാഹു 4ാം ഭാവത്തിലേക്കൊക്കെ വരുന്നത് നെഞ്ച് സംബന്ധമായ അസ്വസ്ഥതകൾ, ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ വേദനകൾ എന്നിവയ്ക്കൊക്കെ കാരണമായേക്കാം. കൃത്യമായ വ്യായാമവും ആഹാരക്രമവും ഒക്കെ പാലിക്കേണ്ടതുമാണ്. ഈ വർഷത്തെ ഗ്രഹദോഷങ്ങളെയൊക്കെ അകറ്റി ഐശ്വര്യവും വിജയവും ഒക്കെ കൈവരിക്കുന്നതിനായിട്ട് തുലാം രാശിക്കാർ ഇനി പറയുന്ന ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞ നിറമുള്ള പൂക്കൾ കൊണ്ട് ഭഗവാൻ അർച്ചന നടത്തുന്നതും ഒക്കെ ഗുണം ചെയ്യും. അതുപോലെ ശനിയുടെ പ്രീതിക്കായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്നത് രാഹുകേതു ദോഷങ്ങളെയൊക്കെ ലഘൂകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ കൊല്ലവർഷം 1202 തുലാം രാശിക്കാർക്ക് കരിയറിലും സാമ്പത്തികത്തിലുമൊക്കെ വലിയ ഉയർച്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു വർഷമാണ്. തുടക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ തോന്നിയാലും വർഷാവസാനം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കി ഉചിതമായ തീരുമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.